നീറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്ന് റിസൾട്ട് ഒക്കെ കണ്ട് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ഏതൊക്കെ മെഡിക്കൽ കോളേജസിൽ കയറണം എന്നുള്ള ലിസ്റ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, റൈറ്റ്? സോ ഇനി നമ്മളുടെ അലോട്ട്മെന്റിനുള്ള സമയമാണ്. റിസൾട്ട് കഴിഞ്ഞ് നമ്മളെല്ലാം അനലൈസ് ചെയ്യുന്നു. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസിൽ കയറാൻ പറ്റുന്നുള്ള ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക. നമ്മളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നു. ഒരു മെഡിക്കൽ കോളേജസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അലോട്ട്മെന്റ് കിട്ടുന്നു. ഈ അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഒരു എന്താ പറയുക, പിന്നെ അലോട്ട്മെന്റ് കഴിഞ്ഞ് കോളേജസിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ കോളേജസിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് മെഡിക്കൽ കോളേജസിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഏതെങ്കിലും ഒരു സീറ്റിൽ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് ദിസ് വീഡിയോ ടു ദം. ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യണ്ട, അതിന് മുന്നേ തന്നെ ആയിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റാക്കി വെക്കണം. കാരണം പല ഡോക്യുമെന്റ്സും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി ഇട്ടിട്ട് തന്നെ വെക്കുക കേട്ടോ. സോ ഓൾ ഡോക്യുമെന്റ്സ് നീഡഡ് ഫോർ ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ്. ഓക്കെ, ആദ്യത്തേത് അലോട്ട്മെന്റ് ലെറ്റർ ആണ്. അതായത് നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് MCCയുടെ വെബ്സൈറ്റിൽ, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അലോട്ട്മെന്റ് ലെറ്റർ കിട്ടും. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങളുടെ നീറ്റ് ഹോൾ ടിക്കറ്റ് നിർബന്ധമാണ്, നീറ്റ് സ്കോർ കാർഡ് നിർബന്ധമാണ്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് വേണം. അതൊന്നുകിൽ നിങ്ങൾക്ക് 10th മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താലും മതി. ഓക്കെ, പിന്നെ വേണ്ടത് ക്ലാസ് 10th മാർക്ക് ലിസ്റ്റ് വേണം, ക്ലാസ് 12th മാർക്ക് ലിസ്റ്റ് വേണം. ഓക്കെ, ഇതിന് ശേഷം വേണ്ടത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് TC എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ചില ആൾക്കാർ നേരെ +2 കഴിഞ്ഞവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പിന്നെ നമ്മളുടെ മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. ചില ആൾക്കാർ ചിലപ്പോൾ +2 കഴിഞ്ഞ് ഏതെങ്കിലും ഡിഗ്രി കോഴ്സിനൊക്കെ ചേർന്ന ആൾക്കാരുണ്ടാവും. അവരും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നീറ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യണം, ഏതെങ്കിലും ഇപ്പൊ ചില ആൾക്കാർ ആയുർവേദത്തിന് പോയതിന് ശേഷം തിരിച്ച് വീണ്ടും എൻട്രൻസ് എഴുതി MBBS എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള TC എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സോ അത് ഏതാണോ നിങ്ങൾ റെസ്പെക്റ്റീവ് സ്ഥാപനം ഏതാണോ അവിടെ നിന്നുള്ള TC നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. പിന്നെ വേണ്ടത് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ്. ഇതും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ വേണ്ടത് ID പ്രൂഫാണ്. ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് ആധാർ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്പോർട്ട് മതി, അല്ലെങ്കിൽ ലൈസൻസ്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ID പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. നോൺ ക്രിമിലെയറിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം നമ്മൾ അക്ഷയയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്തെടുക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ അതിനൊക്കെ സമയമെടുക്കും. അതൊക്കെ ഇപ്പോഴേ റെഡിയാക്കി വെക്കുക കേട്ടോ. നോൺ ക്രിമിലെയർ, അതേപോലെ തന്നെ EWS കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. EWS അതേപോലെ SC STക്കാർക്കൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അവരും ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമാണ്. പിന്നെ വേണ്ടത് PW സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ PWD കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കണം. പിന്നെ NRI കോട്ടകൾ ാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ NRI സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതേപോലെ നിങ്ങൾക്ക് വേണ്ട ഒന്നാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോണ സമയത്ത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഓൺലി ഫോർ അല്ല, എല്ലാവർക്കും വേണം കേട്ടോ. അതായത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റ്, അതായത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ ബോർഡാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലെയും ബോർഡ് എക്സാംസ് ഒരു ഈക്വലൻസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എല്ലാ സ്റ്റേറ്റിലും അംഗീകരിക്കപ്പെടണം നമ്മളുടെ മാർക്സ്, അതായത് +2 മാർക്കുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എന്താ പറയുക, കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റ് ബോർഡിലെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളിപ്പം മറ്റൊരു സ്റ്റേറ്റിൽ, ഇപ്പോൾ കർണാടകത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടുത്തെ നിങ്ങൾ എഴുതിയിട്ടുള്ള +2 ബോർഡിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലാണ്. അതായത് സമയമാകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഓൺലൈൻ പ്രോസസ്സാണ്. ചെറിയൊരു ഫീസ്, എനിക്ക് തോന്നുന്നു 2000 rupees അങ്ങാണ്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. ചില കോളേജസിലൊക്കെ അഡ്മിഷൻ്റെ സമയത്ത് തന്നെ ഇത് സബ്മിറ്റ് ചെയ്യണം. ചില കോളേജസിൽ കുറച്ച് അഡ്മിഷൻ കഴിഞ്ഞ് പകുതിയായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ.
ഇതിൽ CBSE ICSE സിലബസിലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് വേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയല്ല. തമിഴ്നാട്ടിലൊന്നും ആവശ്യമില്ല, പക്ഷെ കർണാടകത്തിലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അവരും ഇതെടുത്ത് വെക്കുന്നത് എന്താണ്, വളരെ നല്ലതാണ്. അപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞത് ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ വേറെ കുറേ സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ വേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരള, അതായത് നിങ്ങൾ കീം അലോട്ട്മെന്റിലൂടെ കേരളത്തിൽ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. അതായത് ഓൾ ഇന്ത്യ കോട്ടയല്ല, നിങ്ങൾ എടുക്കുന്നത് കീം വഴിയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നീറ്റിന്റെ ഹോൾ ടിക്കറ്റ് വേണം, നീറ്റിന്റെ സ്കോർ കാർഡ് വേണം, അതേപോലെ കേരള ഡേറ്റ ഷീറ്റ് വേണം. അതായത് നിങ്ങൾ കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല, അതിന്റെ ഡേറ്റ ഷീറ്റ് നിങ്ങൾക്ക് വേണം. കേരള അലോട്ട്മെന്റിന്റെ ഡെമോ വേണം, അതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും കേട്ടോ. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കേരളത്തിലാണ് എന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് നേരത്തെ പറഞ്ഞ പോലെ 10th മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാം. പിന്നെ 10th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, TC വേണം, കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ നിങ്ങൾക്ക് കേരളത്തിൽ ആവശ്യമുള്ളതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഡോക്ടർ ഇഷ്യൂ ചെയ്താൽ പോരാ, നിങ്ങൾക്ക് വേണ്ടത് അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതെങ്കിലും പൊസിഷനിലുള്ള ഒരാൾ, അതും ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് സർജനും അവർക്ക് മുകളിൽ പൊസിഷനുകളിലുള്ള ആരെങ്കിലും ഇഷ്യൂ ചെയ്യുന്ന മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അതാത് ആൾക്കാരിൽ നിന്ന് മാത്രമേ എടുക്കാവൂ. ഏതെങ്കിലും ഡോക്ടേഴ്സോ ക്ലിനിക്കിൽ നിന്നൊന്നും തരുന്ന സർട്ടിഫിക്കറ്റ് എന്തല്ല, അവർ അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. പിന്നെ വേണ്ടത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത് ഇപ്പം നിങ്ങൾ ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതായത് ചിക്കൻ ബോക്സിൻ്റെ വാക്സിന്, MMRൻ്റെത്, ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെത്, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റാസ് ഉണ്ടായാൽ മതി. അപ്പോൾ ആ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യൽ എന്താണ്, നിർബന്ധമാണ്. പല ആൾക്കാർക്കും അത് കാണാതായിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അപ്പോൾ അത് നിർബന്ധമാണ്. അപ്പോൾ ഇത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ വേണ്ടത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇനിയുള്ളത് ID പ്രൂഫ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാറോ പാസ്പോർട്ടോ ലൈസൻസോ വോട്ടേഴ്സ് ID ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ID പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ വേണ്ടത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ EWS SC/ST കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമുക്ക് വേണ്ടതാണ് സ്റ്റാമ്പ് പേപ്പർ. സ്റ്റാമ്പ് പേപ്പർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബോണ്ടാണ്. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കോഴ്സ്, നിങ്ങളൊരു കേരള ഈ അലോട്ട്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, MBBSന് അഡ്മിഷൻ എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം കോഴ്സ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇട്ടിട്ട് പോവില്ല എന്നുള്ളൊരു ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ കോളേജിന് കൊടുക്കേണ്ടി വരും. കാരണം ഈ വർഷം അഡ്മിഷൻ കിട്ടേക്കാവുന്ന ഒരു കുട്ടിയുടെ ചാൻസ് ആണല്ലോ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂഷൻ്റെ ഒരു ബോണ്ട് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ആൻറ്റി റാഗിങ്ങിന് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോണ്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാമ്പ് പേപ്പർ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ട്യൂഷൻ ഫീ റെസിപ്റ്റ് ആണ്. അതായത് നിങ്ങൾ അവിടെ കോഴ്സിൻ്റെ ഫീ ആയിട്ട് അടച്ചിട്ടുള്ള ഓൺലൈൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ചെലാൻ്റെ റെസിപ്റ്റ് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതേപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ വേണ്ടത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തമിഴ്നാടുകളിൽ, കർണാടക അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ബോർഡ് സ്റ്റുഡൻസിന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വേണ്ടത് ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാവരും ഇത് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഒന്ന് അന്വേഷിക്കുക, ഏതൊക്കെ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ എന്നുള്ള കാര്യം അന്വേഷിക്കുക. കാരണം ചില സ്ഥലങ്ങളിൽ CBSEക്കാർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്റ്റേറ്റ് ബോർഡുകാർക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ CBSEക്കാർക്ക് എല്ലായിടത്തും ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ള എവിടെയാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ അഡ്മിഷൻ സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക. കാരണം കുറച്ച് പൈസ, ഐ തിങ്ക് ഒരു 2000 rupees അങ്ങോട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുമാണ് നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾക്ക് കേരള അലോട്ട്മെന്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോഴേ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും എന്ത് ചെയ്യും, അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യും. എന്തിന്, ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിലിപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇന്ന് പോയാൽ നാളെ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളല്ല. അപ്പോൾ അത് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആദ്യമേ എന്ത് ചെയ്യണം, റെഡി ആക്കിയിട്ട് വെക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലെ അഡ്മിഷൻ പ്രോസസ്സുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റിൻ്റെ അന്ന് തന്നെ എല്ലാം സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും. പക്ഷേ ചില സ്ഥലങ്ങളിൽ അതല്ലാത്തതുകൊണ്ട് പക്ഷേ
ടു ബി അറ്റ് ദ സേഫർ സൈഡ് നമുക്ക് ഏറ്റവും നല്ലത് ഇപ്പോഴേ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് സെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ആർക്കും എന്ത് ചെയ്യരുത്, അഡ്മിഷൻ നഷ്ടപ്പെടരുത് കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനാണ് അല്ലേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഡ്രീം എല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. നല്ലൊരു അടിപൊളി ഡോക്ടറായിട്ട് നിങ്ങളുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വരട്ടെ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഇനി അഡ്മിഷൻ എടുക്കാൻ ഈ നീറ്റ് ലോകത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരുപാട് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ എജുപോർട്ട് ക്യാമ്പസിലെ അഡ്മിഷനുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ആൾക്കാർക്കും ആർക്കെങ്കിലും റിപ്പീറ്റേഴ്സ് ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്യാമ്പസിലേക്ക് വരാവുന്നതാണ്. ഓക്കെ. ആൻഡ് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.